പടവും ഇവിടെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ പുഷ്പ റിലീസായതുകൊണ്ട് സ്ക്രീൻസ് കുറവാണ്, പക്ഷേ അത് റെക്കവർ ചെയ്യാനുള്ള വരും ദിവസങ്ങളിൽ റെക്കവർ ആവുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അജു വർഗീസ് ആയിട്ടുള്ള ഇപ്പോൾ ഷോർട്ട് ഫിലിം കാണിച്ചിട്ടുള്ള ഒരു പരിചയമായിരുന്നു? ഇല്ല, എൻ്റെ ഒരു ഷോർട്ട് ഫിലിം പോലും പുള്ളി കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ പുള്ളി വരില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ തവണ പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എന്തായി എടാ, പുള്ളി ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് തന്നു. പടം പറഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് അപ്പോൾ പല റിവ്യൂസിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അത് ഏറ്റവും ഒരു പെരിഫറൽ ഏരിയയിൽ ഒരിക്കലും അത് വരാൻ പാടില്ല എന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 1ാം ക്ലാസ് മുതൽ +2 വരെ 1-2 ക്ലാസ്സുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇങ്ങനെ എതിരില്ലാത്ത ലീഡറൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സിനിമകളാണ് കടൈശി വ്യവസായം, കാക്കാമുട്ടൈ. രണ്ടും ഒരു ഡയറക്ടർ തന്നെയാണ്. ആദ്യം ഒരു ഷോർട്ട് ഫിലിം ആക്കുക എന്നുള്ള സാധനം എങ്ങനെയെന്ന് നിൽക്കുന്ന സമയത്താണ് ഗിരീഷ് ഏടി വിശുദ്ധ അംബ്രോസ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. സോ അതുകൂടി ആയപ്പോൾ ഇത് ഷോർട്ട് ഫിലിമാണ് എന്ന് വിശ്വസിച്ച് ആദ്യം ഒന്ന് ശ്രമിച്ചെങ്കിൽ പോലും അല്ല ഇതിൽ സിനിമ ഉണ്ടെന്ന് പിന്നെ ഡയറക്ടർ ജനിക്കാച്ചപ്പള്ളിയാണ് കഥ കേട്ടിട്ട് പറയുന്നത്. ട്രാഫിക്കിലെ ഡയലോഗൊക്കെ ചേട്ടൻ ഇത് റിജക്ട് ചെയ്താൽ ഈ പ്രൊജക്റ്റ് നടക്കില്ല, ചിലപ്പോൾ ചെയ്താൽ ചരിത്രമായി ആ ലെവലിലുള്ള. ഞാൻ നേരിട്ട് ഇന്ന് ക്യാരവൻ ഡോർ തുറന്ന് കാണുന്ന സൈജു കുറുപ്പിനെ അല്ല, കറക്റ്റ് ഇലുമിനാറ്റിനെ ഇഷ്ടമാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. ഇപ്പോൾ ബഡ്ജറ്റ് ലാബിൻ്റെ തന്നെ 2018 ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിൽ വിന്നർ ഷോർട്ട് ഫിലിം ആയിരുന്നു വിനേഷ് ചെയ്തത്, കെയോസ് തിയറി എന്ന് പറഞ്ഞിട്ട്. ഇതേ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സിനിമയായിട്ട് 2024 റിലീസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു നോക്കുകയാണെങ്കിൽ ഒരു 6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഷോർട്ട് ഫിലിം ടു ഫിലിം എന്ന് നോക്കുകയാണെങ്കിൽ. ഇതിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജേർണിയിൽ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇതിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊരു ജേർണി അല്ല, ഇതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ റിലീസിനെ സംബന്ധിച്ചൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. വിനീഷ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയ ശേഷം ഈ ജേർണീനെ പറ്റി ആലോചിക്കുമ്പോൾ എന്താ? ജേർണിയെ പറ്റി ആലോചിക്കുമ്പോൾ ശരിക്കും സ്ട്രഗിൾസ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെയെങ്കിലും എത്തിപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പടം നല്ല അഭിപ്രായത്തോടെയാണ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഏകദേശം പ്രഭുരായിട്ടുള്ള റിവ്യൂവേഴ്സ് ഉൾപ്പെടെ ഭരദ്വാജനിങ്ങനെ ഉൾപ്പെടെ നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതർ ലാംഗ്വേജസിൽ നിന്നൊരു ഡിമാൻഡ് പടത്തിന് വന്നു തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പടവും ഇവിടെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ പുഷ്പ റിലീസായതുകൊണ്ട് സ്ക്രീൻസ് കുറവാണ്, പക്ഷേ അത് റെക്കവർ ചെയ്യാനുള്ള വരും ദിവസങ്ങളിൽ റെക്കവർ ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നാലും ക്രിട്ടിക്കിൻ്റെ ഭാഗത്തുനിന്ന് നല്ല അഭിപ്രായം കിട്ടുമ്പോൾ ഇത്രയും കാലത്തെ ജേണി അതൊട്ടും സ്മൂത്ത് ആയിരുന്നില്ല. അഖിൽ പറഞ്ഞ പോലെ തന്നെ തീരെ സ്മൂത്തൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫൈനലി ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ചെക്ക് പോയിന്റിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെക്ക് പോയിന്റ് മാത്രമാണ്, മുമ്പോട്ടുള്ള യാത്ര ഇനിയും ഒരുപാട് ബാക്കി കിടപ്പുണ്ട്. ഈ ബഡ്ജറ്റ് ലാബിന്റെ ഫസ്റ്റ് സിനിമ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ആദ്യത്തെ വർക്കാണ്. അതെ അതെ. ഈ കെയോസ് തിയറി വിന്നർ ഷോർട്ട് ഫിലിം ആയിട്ട് തിരഞ്ഞെടുത്ത ശേഷമായിരുന്നു ഈ തീരുമാനം. ഇതിലേക്ക് എങ്ങനെ വരുന്നത്? അതെ, കെയോസ് തിയറി സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് 2022 തന്നെയാണ് ബഡ്ജറ്റ് ലാബ് നമ്മുടെ പടം കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈയൊരു കെയോസ് തിയറി കഴിഞ്ഞു, അതിൻ്റെ ഒരു ഇതെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ സിനിമ എഴുതി തുടങ്ങുന്ന സമയത്ത് ആ സമയത്താണ് ഞാൻ പ്രശോഭ് വിജയനെ അന്വേഷണം എന്ന് പറയുന്ന പടം അസിസ്റ്റ് ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഇത് എഴുതി തുടങ്ങുന്നത്. ഞങ്ങൾ 4 പേരാണ് ഇതിൻ്റെ റൈറ്റേഴ്സ്, കൈലാഷ് ഭവൻ, മുരളീകൃഷ്ണൻ, ആനന്ദ് മന്മഥൻ, പിന്നെ ഞാനും. അപ്പോൾ എഴുതി തുടങ്ങി അന്ന് അപ്പോൾ ആ സമയത്തായിരുന്നു കോവിഡ് ഫസ്റ്റ് ലോക്ക്ഡൗൺ ഒക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ പടം കണ്ടുള്ളവർക്ക് മനസ്സിലാവും, അതായത് ക്രൗഡഡ് സീൻസ് ഭയങ്കര കൂടുതലാണ്, ക്ലാസ് റൂംസും സ്കൂളൊക്കെ ആയിട്ട് കളിയും ക്രിക്കറ്റ് കളിയും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഓണാക്കൽ പ്രോസസ്സിലേക്ക് കടന്നപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു. ഈ ക്രൗഡിനെ എത്ര സ്കൂളാണ് നമുക്കങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് ഒരു മാർഗ്ഗമല്ല. പ്രൊഡക്ഷൻ ഹൗസ് റിജക്റ്റ് ചെയ്യുന്ന ഒരു കാരണം അതായിരുന്നു. സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞാൽ ശരിക്കും ആരും റിജക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അജുവേട്ടൻ ഇതിൽ ഓൾറെഡി ഇന്നായിരുന്നു. ഞങ്ങൾ ഈ തുടങ്ങുമ്പോഴേ ആദ്യം കഥ പറഞ്ഞ അജുവേട്ടനോടാണ്. പ്രൊഡക്ഷൻ ഓണാവുന്നതിന് മുന്നേ പുള്ളി ഓൾറെഡി എന്നാണോ നിങ്ങൾ ഓണാക്കുന്നത് അന്ന് പുള്ളിയോട് പറഞ്ഞ വേറൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ കണ്ണൻചേട്ടൻ ചെയ്ത ഗുപ്തൻ എന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു. അന്ന് ശരിക്കും CP എന്ന് പറയുന്ന ക്യാരക്ടർ ലേഡിയായിരുന്നു. അപ്പോൾ പിന്നീട് കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നു പ്രൊഡക്ഷനിലേക്ക് വരാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ബഡ്ജറ്റ് ലാബിലെ നിഷാന്ത് പിള്ള ഞങ്ങളെ വിളിച്ചു. കഥ കേട്ട് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പടം എന്നുള്ള വെഞ്ചറിലേക്ക് കടക്കാമെന്നുള്ളൊരു ഐഡിയ അവരിതിലേക്ക് അവരും കടക്കുന്നത്. ഓൾറെഡി അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. കഥ കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ലോജിസ്റ്റിക്കൽ സാധനങ്ങളുണ്ട്. പക്ഷേ അവരതിൽ എക്സൈറ്റഡ് ആയിരുന്നു. അദ്ദേഹവും മുഹമ്മദ് റാഫി MA എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസറും. അതിലവർ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നതും
ഫസ്റ്റ് പടം നടക്കുന്നത്. ഈ അജു വർഗീസ് സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ബേസിൽ ജോസഫ് മുതൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ അജു വർഗീസ് സ്ട്രഗിൾ ചെയ്യുന്ന സമയം മുതൽ അദ്ദേഹം ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സിനെ അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് അജു വർഗീസ് ആയിട്ടുള്ള ഇപ്പോൾ ഷോർട്ട് ഫിലിം കാണിച്ചിട്ടുള്ള ഒരു പരിചയമായിരുന്നോ? ഇല്ല, എൻ്റെ ഒരു ഷോർട്ട് ഫിലിം പോലും പുള്ളി കണ്ടിട്ടില്ല. കണ്ണുകിട്ടപ്പോൾ പുള്ളി വരില്ലായിരുന്നു. അപ്പോൾ പുള്ളിയെ പരിചയം നമ്മുടെ ആനന്ദ് വൻമോഹനായിരുന്നു. ഒരു വെബ് സീരീസിൽ കിളി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ലോക്ക്ഡൗൺ സമയത്ത്. അപ്പോൾ അവിടെ വെച്ചവർക്ക് ഒരു റാപ്പ് ഉണ്ടാവുക, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് ജസ്റ്റ് അവൻ സൂചിപ്പിച്ചു. വന്ന് പറയാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ചായിരുന്നു നമ്മുടെ ഫസ്റ്റ് പിച്ചിങ്. 20 എൻഡിലായിരുന്നു. അപ്പോൾ പുള്ളി അത് ആദ്യം കേൾക്കുന്നു. പുള്ളിക്ക് ക്യാരക്ടറേ അല്ല, ഇപ്പോൾ ചെയ്ത ക്യാരക്ടറേ അല്ല. അന്ന് ഇത്രയും ഇപ്പോൾ കണ്ണൻചേട്ടൻ ചെയ്ത അതിനേക്കാളും സ്ക്രീൻ സ്പേസ് കുറച്ച് ഇമ്പോർട്ടൻസ് താന്ന ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ എന്നിട്ടും പുള്ളി അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആ ഒരു സാധനം തൊട്ട് പുള്ളി പിന്നീട് ഇതിൻ്റെ ജേണിയിൽ ഇപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതൽ തവണ പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എന്തായി പുള്ളി ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് തന്നു. ആ സമയത്ത് പുള്ളിക്കൊരു പ്രൊഡക്ഷൻ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നൊരു ഇതിലല്ലായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ക്യാരക്ടർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പുള്ളിക്ക് മാറ്റിയോ അങ്ങനൊരു സാധനമായിരുന്നു. പിന്നെ ഞാൻ ഈ സാധനം പറഞ്ഞു ഇതിനെ ഞങ്ങളൊന്ന് മെയിലാക്കി, ഇപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ അതിലും പുള്ളി ഓക്കെ ആയിരുന്നു. ഒരു ഡീറ്റെയിൽ നറേഷൻ കൊടുത്തു, ഡബിൾ ഓക്കെ ആയിരുന്നു. പുള്ളി പിന്നെ ഞങ്ങളെ വിശ്വസിച്ച് കൂടെ നിന്നിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചേഞ്ച് പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞ എന്ത് സാധനം ചെയ്യാൻ പുള്ളി കംപ്ലീറ്റ്ലി റെഡിയായിരുന്നു. ഈ ഇതുപോലെ പറയുന്നത് നിങ്ങളൊരു ട്രിവാൻഡ്രം സ്ലാങ് ആണ് ഈ പിള്ളേരൊക്കെ സംസാരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വന്നൊരു ബിഹൈൻഡ് ദ ക്യാമറ ഉള്ള ആളുകളും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ റൈറ്റേഴ്സിന്റെ പേര് പറഞ്ഞ 4 പേരും വിനീഷും. നിങ്ങളുടെ സൗഹൃദവും കൂടെ ഇതിലേക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. കാര്യം ഇതിന്റെ കഥ ഞാൻ പറയുന്നത് 2018 എൻഡിൽ നമ്മുടെ ശാസ്തമംഗലത്ത് ആ സമയത്ത് വേറൊരു വീടുണ്ടായിരുന്നു. അതിൻ്റെ ടെറസിലിരുന്ന ആനന്ദിനോടാണ്. അപ്പം അത് പറയുന്നു ഇതിൽ ആദ്യം ഷോർട്ട് ഫിലിം ആക്കാനായിരുന്നു, പിന്നീടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ കുറഞ്ഞ ചിന്ത മീൻസ് ഏറ്റവും ചുരുക്കി ചെയ്യുക, വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ഭയമാണ് അപ്പോഴും ഷോർട്ട് ഫിലിം എന്ന് ചിന്തിപ്പിച്ചുകൊണ്ടത്. അപ്പോൾ അവിടെ പിന്നീട് സിനിമ എന്നുള്ളൊരു സാധനം വരികയും അതിലേക്കൊരു ടീം മൊത്തത്തിൽ ഇന്നാവുകയും ചെയ്യുന്നൊരു സാധനമായിരുന്നു. കുറച്ച് പേര് ഇന്ന കാസ്റ്റ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ പടത്തിൻ്റെ ഒരു ഇതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മുതൽ സ്പോട്ട് എഡിറ്റർ മുതൽ പിന്നെ എഡിറ്റർ, റൈറ്റേഴ്സ്, ആക്ടിങ് ട്രെയിനേഴ്സിലുണ്ടായിരുന്ന അഹല്യ ഞാൻ 2 ബണ്ടിൽ ലിറിക്ക് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഓൾ ഇൻ ഓൾ ഒരു സുഹൃത്തുക്കളുടെ ഒരു സംഘം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നിലും വർക്ക് ചെയ്യാത്ത ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വളരെ കുറച്ച് പേരെ ഇനി ബാക്കിയുള്ളൂ. ഇതിൽ ഏറ്റവും മെയിൻ ചാലഞ്ച് പറഞ്ഞാൽ ഈ കുട്ടികളെ അഭിനയിപ്പിക്കണം എന്നൊരു ടാസ്കും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ആക്ടിങ് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഈ ഭാഷയും കൂടെ വരുന്നതുകൊണ്ട് അതിന്റെ സ്ലാങ് ഇപ്പോൾ കുറേ ഫൺ സീനൊക്കെ ഈ ഭാഷയുടെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഭാഷ വർക്കായാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. കുട്ടികളെ ഇതിലേക്ക് ട്രെയിൻ ചെയ്യിക്കുന്നത് അതിന്റെ പ്രോസസ് എങ്ങനെയായിരുന്നു? ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രം, എറണാകുളം സൈഡിലാണ് ഞങ്ങൾ ഓഡീഷൻസ് നടത്തിയത്. അപ്പം ഈ സ്ലാങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രം മൊത്തം കുട്ടികൾ എന്നുള്ളത് മേ ബി പ്രാക്ടിക്കലായിരിക്കില്ല. നമുക്ക് ചിലപ്പോൾ ഒരുപാട് ടാലൻസിനെ ആ ഒരു ഇതിൽ ഒതുക്കുന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ നഷ്ടപ്പെട്ടു വന്നിരിക്കും. അപ്പോൾ നമ്മൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുക, അവരെ ഇൻറ്ററാക്ട് ചെയ്തും ട്രെയിൻ ചെയ്തും നമുക്ക് വേണ്ട സാധനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള സാധനമാണ്. അപ്പോൾ ആ ചലഞ്ചിന് മുന്നോട്ട് നയിച്ച സാം ജോർജ് എന്ന് പറയുന്ന തിയേറ്ററിക്കൽ ട്രെയിനറായിരുന്നു. പുള്ളി തന്നെയാണ് കുട്ടികളെ മൊത്തം ട്രെയിൻ ചെയ്തത്. പുള്ളിയും സുജയ് സുദർശൻ, പ്രണവ് എന്ന് പറയുന്ന ആൾക്കാരുമായിരുന്നു ഈ കുട്ടികളെ മൊത്തം കാസ്റ്റ് ചെയ്യുന്ന പരിപാടി ഏറ്റെടുത്തത്. അപ്പോൾ നമുക്ക് എറണാകുളത്തു നിന്നും കുട്ടികളുണ്ട്, മീൻസ് കേരളത്തിൻ്റെ പലയിടത്തുനിന്ന്, തൃശ്ശൂരിൽ നിന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചിണക്കി ട്രിവാൻഡ്രത്ത് ഞങ്ങളൊരു 15 ദിവസത്തെ ക്യാമ്പ് കൊടുത്തു. ക്യാമ്പിൽ നമ്മുടെ ടീമിൽ നിന്നുള്ളവരായാലും അവരുടെ ടീമിൽ നിന്നുള്ളവരായാലും ട്രെയിനേഴ്സിൻ്റെ ടീമിലുള്ളവരായാലും ട്രിവാൻഡ്രം സ്ലാങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തും ആ രീതിക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ട്രെയിനിങ് കിട്ടാത്തൊരു പേരുണ്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ടീം ഫസ്റ്റ് ഇതിൽ എതിരെ നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ, എതിരെ നടുക്കുന്ന ഷട്ടിൽ കറ വീഴുന്നു, അവൻ എറണാകുളംകാരനാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ചെറിയ ക്യാരക്ടറാണ്. 15 ദിവസം ട്രെയിനിങ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തില്ലായിരുന്നു. പുള്ളി എന്തെന്ന് വെച്ചാൽ പുള്ളി നേരെ വീട്ടിൽ പോയിട്ട് ട്രിവാൻഡ്രം സ്ലാങ് ഇങ്ങനെ സംസാരിച്ച് സ്വയം പഠിച്ചു. ഇവർ സെറ്റ് വന്ന് ആദ്യമായിട്ട് നമ്മളോട് ട്രിവാൻഡ്രം സ്ലാങ് തോന്നുന്നില്ല ഇങ്ങനെ ചോദിച്ചു. ഞാൻ അതിനോട് മാറില്ല, ഇതെങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ അവൻ്റെ അമ്മ വന്ന് എന്നോട് പറഞ്ഞു ഇതായിരുന്നു വീട്ടിൽ പരിപാടി. ആ രീതിക്കും നമ്മൾ ട്രെയിനിങ് കൊടുത്ത കുട്ടികളിൽ നിന്നും അല്ലാതെയും നമുക്കിങ്ങനെ ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന കുട്ടികളായാലും അപ്പോൾ അവരുടെ പെർഫോമൻസ് കണ്ട് ഞങ്ങൾ കുറച്ച് സ്പേസ് അവർക്ക്
കൂട്ടിയിടുന്ന ഒരു സാധനവും ഉണ്ടായിട്ടുണ്ട് ആ ആക്ച്വലി. അപ്പോൾ ഈ ശ്രീകുട്ടൻ അഭിനയിച്ച അദ്ദേഹവും ആ കുട്ടിയും കൂടെ ട്രിവാൻഡ്രത്ത് തന്നെയാണോ? അതെ, പുള്ളി ട്രിവാൻഡ്രം തന്നെയാണ്. കുറച്ച് പേര് ട്രിവാൻഡ്രത്തുനിന്നുണ്ട്. ഇപ്പോൾ അവരുടെ ജോലി അഭിനയം കൊണ്ട് മാത്രം തീർന്നില്ല, ഇതിന്റെ ഡബിങ്ങും ഭയങ്കര സിനിമാറ്റിക് പ്രോസസ് ആയിരുന്നു. ഡബിങ്ങിലായിരുന്നു കൂടുതലും സ്ലാങ് പരിപാടികൾ. അപ്പോൾ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. പക്ഷെ അത് ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ആ സമയത്ത് പ്രത്യേകിച്ച് ട്രെയിനേഴ്സിന്റെ ഹെൽപ്പ് ഒന്നും അവർക്കില്ല, ഞങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അവിടെ കൊണ്ട് അവർ നിർത്തിയിട്ടില്ല. ഇപ്പോഴും ട്രിവാൻഡ്രത്തും എറണാകുളത്തോട്ട് പല തിയേറ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ അവരുണ്ട് മീൻസ് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൊണ്ട് പടം കാണിക്കുന്നുണ്ട്. അവനെ ഏറ്റവും ലാസ്റ്റ് എന്താ തിയേറ്ററുകാർ ഗേറ്റ് അടയ്ക്കുന്നതിന് ആ സമയത്താണ് അവർ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ട്രിവാൻഡ്രത്ത് ശ്രീ തിയേറ്ററിൽ പോയപ്പോൾ അവിടെ ഒരു ഗ്യാങ് നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സിനെ നമ്മുടെ അഭിനയിച്ച മീനാക്ഷി, തലേ ദിവസം ശ്രീരംഗ് അവൻ്റെ ശ്രീകുട്ടനായിട്ട് അഭിനയിച്ച അവനെ ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവരുന്നു. ശ്രീരംഗ്. അപ്പം ഞാൻ ഇന്നലെ പോയി ഇങ്ങനെ പറഞ്ഞു, സ്കൂളിൽ പോരുന്നെങ്കിൽ നാളെ തൊട്ട് സ്കൂളിൽ പോകണം എന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്. പയ്യെ സ്കൂളിൽ പോയി സ്കൂളിൻ്റെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിനേഷിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഈ ഇടയ്ക്ക് ഇട്ടത്. ഇത് 25-ാം വയസ്സിൽ സിനിമ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. ഒരു 5 വർഷം കൂടി പോയി 30-ാം വയസ്സിൽ ചെയ്യാൻ പറ്റിയെന്നൊരു ഒരു പോസ്റ്റ്. സിനിമയുടെ ടൈറ്റില് ഡയറക്റ്റഡ് ബൈ വിനീഷിന്റെ പേര് ടൈറ്റിൽ വരുന്നത് ഇന്റർവൽ ബ്ലോക്കിലാണ്. ഇന്റർവൽ ബ്ലോക്കിനോട് ഇതായിട്ടാണ് ടൈറ്റിൽ വരുന്നത്. ടൈറ്റിൽ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇതെന്തായിരുന്നു? കാരണം ഷോർട്ട് ഫിലിം നമ്മൾ ഈ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വരികയാണല്ലോ. ഷോർട്ട് ഫിലിമിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന ഒരു പ്രോസസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രഗിൾസ് നിറഞ്ഞത് തന്നെയായിരുന്നു. പക്ഷേ ഷോർട്ട് ഫിലിമുകളിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക്, മെയിൻലി ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്ട് ഫിലിംസും വളരെ ഡയലോഗ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഒരു പടം ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് മാത്രമല്ല, വിഷ്വലി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പടം പറഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് അപ്പോൾ പല റിവ്യൂസിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അത് ഏറ്റവും ഒരു പെരിഫറൽ ഏരിയയിൽ ഒരിക്കലും അത് വരാൻ പാടില്ല എന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരിക്കലും അതിനെപ്പറ്റി ഒരു അതിലേക്ക് എന്താണ് ആ സാധനം എന്ന് ഡയറക്റ്റ്ലി ഹിൻഡ് ചെയ്യുന്നൊരു ഡയലോഗ് പോലും ഉണ്ടാവാൻ പാടില്ല. ബട്ട് ആൾക്കാർക്ക് അത് മനസ്സിലാവണം. ഈ ചലഞ്ച് തന്നെയായിരുന്നു ഞങ്ങൾ എഴുതുന്ന സമയത്തും വച്ചിരുന്നത്. ഒരിക്കലും അതിനെപ്പറ്റി നമ്മൾ എന്താണ് ആ എക്സാക്ട് വേർഡ് ഉപയോഗിക്കരുത്. സ്റ്റിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവണം. സോ അത് വർക്കൗട്ടായി. പിന്നെ അതൊരു മെസ്സേജ് കൺവേ ആവുന്ന രീതിയിൽ തോന്നാനും പാടില്ല. ഒരു മെസ്സേജ് പോലെ ഒരു ഗുണപാഠം വരരുത് അത് സിനിമ കാണുമ്പോൾ തന്നെ ഉറപ്പായിട്ടും അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. പിന്നെ റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ ഇതിനൊരു ഒരുപാട് ഡ്രാഫ്റ്റ് പോയതും പിന്നീട് ഇത്രയും സമയം ഈ ഒരു സമയം കിട്ടിയത് ശരിക്കും വളരെ ഇതായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഷൂട്ട് വരെ കുറച്ച് ലോങ് ആയിപ്പോയിരുന്നെങ്കിൽ അതാണ് ഞാൻ 5 കൊല്ലം എന്ന് പറഞ്ഞത്. ബട്ട് അത് ഗുണകരമായിട്ട് ഭവിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ റൈറ്റിംഗ് സ്റ്റേജിൽ ഇപ്പോൾ ഇത് ഉറപ്പായിട്ട് ഒരു ചിൽഡ്രൻസ് ഫിലിം എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ അഭിനയിച്ചുകൊണ്ട് മാത്രം പറയാം. ചിൽഡ്രൻസിനെ അഭിനയിപ്പിച്ച് വെക്കുന്ന ഒരു ഫിലിം ആയതുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് എഴുതുന്ന ഘട്ടം മുതൽ അറിയാം. കാരണം ഭയങ്കര വയബിൾ ആയ ഒരു സോഴ്സ് അല്ല, നിങ്ങൾക്ക് ഉറപ്പായി റിജക്ഷൻസ് ആയിരിക്കും ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് സമയത്ത്? ശരിക്കും ലൊജിസ്റ്റിക്കലി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചലഞ്ചസ് തന്നെയാണ് ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. പ്രതീക്ഷിക്കാതെ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് അതും സ്പോട്ടിൽ അതിപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവിടെ ഒരു പ്രൊഡക്ഷൻ അവരുടെയൊക്കെ ഹെൽപ്പ് കാരണം അത് ഇതായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പ്രൊഡക്ഷനിൽ ഇത്രയും കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് വെച്ചാൽ ഈ സാം ജോർജും ടീമും അവിടെ തന്നെ ഓൺ സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ലൈൻസ് എല്ലാം പഠിപ്പിച്ച് സീനിന് വേണ്ടി പ്രിപ്പയർ ആക്കി അവർ വിട്ടിരുന്നു. അപ്പോൾ ഈ പ്രിപ്പയർ ആക്കി വിടുന്നവരെ നമ്മുടെ മീറ്ററിനനുസരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ള സാധനമുള്ളായിരുന്നു. സെറ്റ് ഓൺ ക്യാമറയുടെ മുമ്പ് വന്നിട്ട് ഡയലോഗ് പഠിക്കുക എന്നുള്ള പരിപാടി അവർക്കില്ലായിരുന്നു. ഓൾറെഡി അവർക്ക് ഡയലോഗ് അറിയാം, എന്ത് ഇമോഷനാണ് കൺവേ ചെയ്യേണ്ടതെന്ന് അറിയാം. അതിന് നമ്മൾ ട്യൂക്ക് ചെയ്യുന്നതനുസരിച്ച് മാറാൻ അവർ റെഡിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് തീർന്നുകൊണ്ടേയിരുന്നു. അങ്ങനൊരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. ക്രിക്കറ്റ് സീനൊക്കെയാണ് കുറച്ച് ടൈം, കുറച്ച് ലെങ്തിയാണ്. അതെ, കുറച്ച് ലെങ്തിയാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നത് കുറച്ചുകൂടി ഷോർട്ട് ചെയ്ത വെർഷനാണ്. അപ്പോൾ ക്രിക്കറ്റ്സിന് 3 ദിവസം എടുത്ത് ചെയ്തൊരു വലിയ പരിപാടിയാണ്. ഇതിന്റെ പ്ലോട്ടിൽ തന്നെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി ടു എലക്ഷൻ ആ ഒരു പ്രോസസ് ആണല്ലോ, ഈ മത്സരം. ഇതിലേക്ക് ലീഡ് ചെയ്തത് ഏതാണ്? ഇപ്പോൾ വിനേഷിന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മത്സരവും ഇലക്ഷനും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സ്കൂളിൽ? ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. അത് ഞാൻ ഏകദേശം 1-ാം ക്ലാസ് മുതൽ +2 വരെ 1-2 ക്ലാസ്സുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇങ്ങനെ എതിരില്ലാത്ത ലീഡറൊക്കെ ആയിട്ടുണ്ട്. അല്ലാതെ പിന്നെ സ്ഥിരം ലീഡറും ആവാറുണ്ട്. അപ്പോൾ ഈ എതിരില്ലാത്ത ലീഡർ, പിന്നെ നമുക്കൊരു പൊസിഷൻ, ഇതിലൊക്കെ ഒരു ഹൈ കണ്ടെത്തിയിരുന്നു ആ കാലത്ത്.
പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്ലോട്ട് മൈൻഡിൽ കിട്ടിയത് എനിക്ക് ആക്ച്വലി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സിനിമകളാണ് കടൈസി വ്യവസായം കാക്കാമുട്ടയും. രണ്ടും ഒരു ഡയറക്ടർ തന്നെയാണ്. ഈ കാക്കാമുട്ടയെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ വെച്ചുള്ള ഒരുപാട് സിനിമകൾ ഓൾറെഡി കണ്ടതാണെങ്കിലും കാക്കാമുട്ട എന്തോ ഒരു സ്പാർക്ക് അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കഥ കിട്ടിയത് നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബൈബിളായിട്ട് കാക്കാമുട്ടയെ മാറുകയും ചെയ്യുന്നത്. ആദ്യം അത് ഷോർട്ട് ഫിലിം ആക്കുക എന്നുള്ള സാധനം എങ്ങനെയെന്ന് നിൽക്കുന്ന സമയത്താണ് ഗിരീഷ് ഷേഡി വിശുദ്ധ അംബ്രോസ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. സോ അതുകൂടി ആയപ്പോൾ ഇത് ഷോർട്ട് ഫിലിമാണ് എന്ന് വിശ്വസിച്ച് ആദ്യം ഒന്ന് ശ്രമിച്ചെങ്കിൽ പോലും അല്ല ഇതിൽ സിനിമയുണ്ടെന്ന് പിന്നെ ഡയറക്ടർ ജനിൽ കാച്ചപ്പള്ളിയാണ് കഥ കേട്ടിട്ട് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി മോൾഡിങ് പ്രോസസ്സിലേക്ക് വരുന്നതും റൈറ്റിങ്ങിൽ ഉള്ള പരിപാടികൾ വരുന്നതും ബാക്കി മുമ്പോട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിലേറ്റവും ഞങ്ങളെല്ലാവരും ഇതായിട്ടൊരു കാര്യമുണ്ട്. കാര്യം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ്, അത് ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് കാസ്റ്റിംഗിൽ ഫിക്സ് ആവുന്നത്. ഈ 15 ദിവസത്തെ ക്യാമ്പ് തീരുന്നതും നമ്മുടെ സൈമിൾട്ടേനിയസ്ലി നമ്മുടെ പ്രീ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ ശ്രീകുട്ടൻ ആരാണ്. അവിടെ എല്ലാ ലൊക്കേഷനും എല്ലാ സെറ്റ് വർക്കും എല്ലാം തുടങ്ങി. ബട്ട് അപ്പോഴും അറിയില്ല ആരാണ് ശ്രീകുട്ടൻ, ആരാണ് അമ്പാടി, ആരാണ് മീനാക്ഷി, ആരാണ് പൃഥ്വിരാജ്, ഇതൊന്നും അറിയില്ല. ഏറ്റവും ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെയാണ് ഓരോന്നിനിടെ ഇവനാണ്. അവിടെ നിന്ന് എനിക്ക് റിപ്പോർട്ട് വരും. പിന്നെ ഇവരെ നേരിട്ട് കാണാൻ ഞാൻ പോയി ഇൻട്രാക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് അവരൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് പേരാണ് ആദ്യ കാഴ്ചയിൽ തന്നെ ഇവനാണ് എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും സാം ജോർജ് മോൾഡ് ചെയ്ത് കൊണ്ടുവരായിരുന്നു ക്യാരക്ടറിലേക്ക്. ഇതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാസ്റ്റാണ് സൈജു കുറുപ്പിൻ്റെ ക്യാമിയോ. അത് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, വല്ലാത്തൊരു ക്യാമിയോ ആയി എന്നുള്ള സീന് വരുന്നുണ്ട്. സൈജു കുറുപ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ ക്യാമിയോ എന്നുള്ള ഇതിൽ? സൈജു കുറുപ്പിലേക്ക് ഇങ്ങനൊരു റോളുണ്ട്, അത് ചെയ്യാനൊരു ശരിക്കും ഒരു വലിയ ആളൊരു സൂപ്പർ സ്റ്റാർ ലെവലിലൊരു ക്യാമിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ബട്ട് അത് ഞങ്ങളുടെ കുക്കിൽ ഒതുങ്ങിയില്ല. അടുത്തൊരു സാധനം എന്ന് പറയുമ്പോൾ അത് സൈജു കുറുപ്പ് എന്നൊരു ഓപ്ഷൻ വന്നപ്പോൾ അത് മതി ഞങ്ങൾ ഫിക്സ് ചെയ്യും. പുള്ളി ആ സമയത്ത് ജാനകി എന്ന് പറയുന്ന പടത്തിൻ്റെ സെറ്റിലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു കടവൂർ പുള്ളിയെ വിളിച്ച് ഇങ്ങനെ നല്ലൊരു കഥയുണ്ട് ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് പുള്ളി നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഡേറ്റ് മതി, 3 ദിവസത്തെ ഡേറ്റ് മതി. പുള്ളി ആദ്യം അസൗകര്യങ്ങളായിരുന്നു പുള്ളിക്ക്, അത് കാരണം പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്പർ എനിക്ക് കിട്ടി, ഞാൻ വിളിച്ച് കഥ പറഞ്ഞു. പുള്ളി പറഞ്ഞു ദിനേഷ് സംഭവം കൊള്ളാം, നന്നായിട്ടുണ്ട്, പക്ഷെ ഇതാണ് സംഭവം, എനിക്കിത് ഒട്ടും വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് പുള്ളി അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം, പോയാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വിളിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ മറ്റേ ട്രാഫിക്കിലെ ഡയലോഗൊക്കെ ചേട്ടൻ ഇത് റിജക്ട് ചെയ്താൽ ഈ പ്രൊജക്റ്റ് നടക്കില്ല, ചിലപ്പോൾ ചെയ്താൽ ചരിത്രമായി ആ ലെവലിലുള്ള ഡയലോഗ് അടിച്ച് ചേട്ടാ എങ്ങനെയെങ്കിലും നോക്കണം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ അനീഷ് ഉപാസനായിട്ട് സംസാരിച്ചു. അദ്ദേഹം നവ്യ നായരുടെ പോർഷൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഷെഡ്യൂളിൽ എന്തോ ട്യൂക്ക് ചെയ്തു. അപ്പോൾ അതിനിടയിൽ 3 ദിവസം പുള്ളിയെ കിട്ടി. അപ്പോൾ പുള്ളി അതുവരെയും ഫോൺ വഴിയാണ്, പുള്ളിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആ സമയത്തും ഷൂട്ടിൻ്റെ അന്ന് രാവിലെ ക്യാരവനിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നു എന്നറിഞ്ഞു. ഞാൻ മേക്കപ്പ് മാൻ രതീഷ് പുൽപ്പള്ളിയോട് ഞാൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വേണം, മേക്കപ്പ് ഇട്ടോ, ബാക്കി അവിടെ വേറെ ഷൂട്ട് കിടക്കുകയാണ്, റെഡിയാകുമ്പോൾ പറഞ്ഞാൽ അങ്ങോട്ട് വന്നോളാം പറഞ്ഞു. ഞാൻ നേരിട്ട് ഇന്ന് ക്യാരവൻ ഡോർ തുറന്ന് കാണുന്ന സൈജു കുറുപ്പിനെ അല്ല, കറക്റ്റ് ഇലുമിനാറ്റി വിനീഷിനാണ്. അപ്പോൾ പിന്നെ അധികം നമുക്ക് പരിചയമുള്ള ആളാണല്ലോ, നമ്മളാണല്ലോ എഴുതി ഉണ്ടാക്കിയത്. ചെന്ന് പറയുന്നു, പുള്ളി വരുന്നു, ആ ഒരു പ്രോസസ്സായിരുന്നു പുള്ളിക്ക്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത പ്രോസസ്സ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുക എന്നുള്ള എൻ്റയർലി ചെയ്യാതെ എഡിറ്റിൽ ആവശ്യമുള്ള മാത്രം ഷൂട്ട് ചെയ്ത് പോകുമായിരുന്നു. ഈ പരിപാടിക്ക് പുള്ളിക്ക് ഭയങ്കര വർക്കായി, പുള്ളി അത് കോംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. പിന്നീട് ഔട്ട് കണ്ടപ്പോഴും പുള്ളി വിളിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സംസാരിച്ചു. അത് ഇലുമിനാറ്റി മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വിനീഷ് അങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പുള്ളി ഇലുമിനാറ്റി സിനിമയ്ക്കകത്ത് ഭയങ്കര മോട്ടിവേഷൻ ആണല്ലോ. അതൊരു മോട്ടിവേഷൻ ആയിരുന്നു അതോ എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് വരണം, കൺവിൻസിങ് ആയിരുന്നോ എന്നൊക്കെ ഉള്ളത് അത് പുള്ളിയുടെ ഇതിലാണ്. ഞാൻ രണ്ടും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ 2 സിനിമയുടെ കാര്യം ഇപ്പോൾ വിനീഷ് പറഞ്ഞല്ലോ, കടൈസി വ്യവസായം, കാക്കമുട്ടയും. ഈ ഉറപ്പായും ഈ ചിൽഡ്രൻസ് ഇവർ വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ ഭയങ്കര റിസർച്ചും വേറെ റെഫറൻസ് നമ്മൾ നോക്കലും ഒക്കെ ഉണ്ടാവുമല്ലോ. മറ്റ് സിനിമകളിലേക്ക് നിങ്ങളുടെ യാത്ര പോയിട്ടുണ്ട്, സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലോ ഏതെങ്കിലും ഒരു സ്റ്റേജിലോ? ഞങ്ങൾ മെയിൻലി റിസർച്ച് ചെയ്ത കാക്കാമുട്ട ഒരു ഫസ്റ്റ് സാധനമാണ്. കാക്കാമുട്ട എങ്ങനെ ഒരു ബൈബിൾ ആവുന്നു എന്ന് വെച്ചാൽ കാക്കാമുട്ടയുടെ ഷോർട്ട് നമ്മുടെ സ്ക്രീൻ പ്ലേ പാറ്റേൺ അതെങ്ങനെയാണ് എന്നുള്ളൊരു സാധനം റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് ഇമോഷൻസ് വർക്കൗട്ട് ആവുന്ന രീതി, അതാണ് ഞങ്ങൾ മെയിൻലി കാക്കാമുട്ടയിൽ നിന്ന് നോക്കിയിട്ട് പഠിച്ചിട്ടുള്ളത്. ഈ സിനിമ ഏത് വൈബിലേക്ക് വരണം എന്ന് തീരുമാനിച്ചത് ചില്ലർ പാർട്ടി എന്ന് പറയുന്ന പടം കണ്ടിട്ടാണ്. ഈ ഒരു വൈബ് ഇതിന് വല്ലാതെ, ചില്ലർ പാർട്ടിയിൽ ഇതുപോലെ പറയുന്ന സ്ലോ മോഷനും പിള്ളേരുടെ ഒരു മാസ പരിപാടിയൊക്കെ ഉണ്ട്. സോ ചില്ലർ പാർട്ടി പോലൊരു പടം പിന്നീട് ഇന്ത്യൻ സിനിമയിൽ അധികം ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറ്റിൽ റാസ്കിൾസ് എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് പടമുണ്ട്. അത് കംപ്ലീറ്റ് ഒരു ഫാൻറ്റസി വേൾഡാണ്, കുട്ടികൾ മാത്രമുള്ളൊരു സ്ഥലത്താണ് കഥ നടക്കുന്നത്. ഈ 2 സിനിമയായിരുന്നു ഓക്കെ.
ഇതൊരു ലിറ്റിൽ റാസ്കൽസുമാണ്, അതേസമയം ചില്ലർ പാർട്ടിയാണ്. എന്നാൽ ഇതിൽ കാക്കാമുട്ടയും ഉണ്ടാവണം. അത് എഴുതുന്ന സമയത്ത് എന്നാൽ എഴുതി കുറച്ച് തുടങ്ങിയപ്പോൾ ഈ 3 പടം മാറ്റി വെച്ചു. മീൻസ് അതിൽ കൂടുതൽ ഈ സിനിമകൾ റെഫർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്ക്രീൻ പ്ലേയെ ബാധിക്കും, ഒറിജിനാലിറ്റിയെ ബാധിക്കും. പിന്നീട് അങ്ങോട്ട് റെഫറൻസ് എടുപ്പ് മീൻസ് മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്യായിരുന്നു. ഇനിയുള്ള സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കഴിഞ്ഞിട്ടുള്ള വിനേഷിന്റെ യാത്ര എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്കുള്ള 2 സ്ക്രീൻ പ്ലേ ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്വന്തം എഴുത്ത് തന്നെയാണ്? അതെ, സ്വന്തം എഴുത്ത്. സ്വന്തം എഴുത്ത് കോറൈറ്ററുണ്ട്, 2 ആൾക്കാരാണ്. അപ്പോൾ അത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വാർത്ത അച്ഛനെ പൂർണ്ണമായിട്ടും മാറ്റി വെച്ച് കഴിഞ്ഞു. ആ ജോണറിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലോ ആയിരിക്കില്ല അടുത്ത പടം, മറ്റൊരു ജോണറായിരിക്കും, മറ്റൊരു പരിപാടിയായിരിക്കും. മീൻസ് അങ്ങനെയാണ് ആഗ്രഹം. ബാക്കി നടക്കുന്ന പോലെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.